പരിശുദ്ധാത്മാവിൽ ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പണ്ടെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നിത്യവും 14-16 നിത്യവും നിങ്ങളോട് ആയിരിക്കുവാൻ ഞാൻ പിതാവിനോട് ചോദിക്കുകയും സഹായനെ അയക്കുകയും ചെയ്യും. എപ്പോഴും നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കുക. കർത്താവിനോട് കൂടെയുണ്ട്. ഞാൻ സന്നിഹിതർ പറഞ്ഞ ആ വചനത്തിൻ്റെ ബാക്കി ഞാൻ പറയാൻ പോകും. എന്നെ വളരെ സ്വാധീനിച്ച വചനമാണ് അദ്ദേഹം പറഞ്ഞ ആ ജഡമിയ 33:3. നീ എന്നെ വിളിക്കുക, നീ നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വിളിക്കുന്നു. നമ്മളാരും പറഞ്ഞു യോഹന്നാൻ 14:16 നിത്യവും നിലവിളി ആയിരിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് സഹായമായിരിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളെ അനുസരിപ്പിക്കുകയും ചെയ്യും. നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് നമ്മളെല്ലാ കാര്യത്തിലും ദൈവത്തോട് ആലോചന ചോദിക്കുക. 3 ഞാൻ വീണ്ടും പറയുന്നത്, നീ എന്നെ വിളിക്കുക, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ ഏത് കാര്യവും ആയിക്കോട്ടെ നമുക്ക് ചോദിക്കുക. ഞാനൊരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചു. നല്ല രുചിയുള്ള അമ്മച്ചി എങ്ങനെയൊക്കെ വലിയ അറിവുപോലെ സാഹചര്യങ്ങളോ വരുന്നില്ല നന്നായിരിക്കുന്നത്. അതെ, ഞാനിങ്ങനെ ഈ ഭക്ഷണം ആകുന്നുണ്ട് ആരോട് ചോദിക്കും. യവാനൊക്കെ ചെല്ലുന്നുണ്ട്, എന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, എന്നതൊക്കെയാണ് കറി വെക്കേണ്ടത്, എന്നതൊക്കെയാണ് അത് ഇന്നതെന്ന് പറഞ്ഞത് ഞാനെന്ന് വിചാരിക്കും. നല്ലതാണ് എനിക്കങ്ങനെ. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു. എനിക്ക് ഒരു ദിവസം ഒരു അനുഭവം ഉണ്ടായി. ഒരു പ്രത്യേക ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. എനിക്കൊരു വിഷയത്തിന് ഉത്തരം കണ്ടെത്തണം, അധികം താമസിക്കാതെ. എനിക്കത് വളരെ സീരിയസ് ആയിട്ട് തോന്നി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തത വരുന്നില്ല. കാരണം ഒരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതല്ല, അതിനപ്പുറത്ത് എന്തോ വലിയ നിപുണതയുണ്ട്, അല്ലെങ്കിൽ ഇത് അപകട സാധ്യതയുണ്ട്. ഞാൻ കർത്താവ് എനിക്കൊന്നും അറിയത്തില്ല. ഇത് പറഞ്ഞു പരിശുദ്ധാത്മാവെ ഈ വിഷയത്തിലേക്ക് കടന്നു വരണം, അത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരണം. ഉടനെ എനിക്ക് ഒരു ചിന്ത വരികയാണ്, അല്ലെങ്കിൽ ഒരു സ്വരം കേൾക്കുകയാണ്, ഒരു ചിന്ത വരികയാണ്, ഇന്നത് ചെയ്യുക, ഇന്ന കാര്യം. അത് മനുഷ്യബുദ്ധിക്ക് അത് ഊഹിക്കാനോ അംഗീകരിക്കാനോ പറ്റില്ല. വീണ്ടും ആ ശബ്ദം കേൾക്കുന്നത് എന്നെ. ഞാനേതായാലും കൊള്ളാം, കാരണം അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ നഷ്ടമുണ്ടാകും. ഉടനെ ഒരു നിമിഷങ്ങൾക്കകത്തെല്ലാം ചെയ്ത് വെക്കുന്നതാണ്. ഉടനെ വീണ്ടും രണ്ടാമത് സ്വരം കേട്ടപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും സ്വരമല്ലേ ചെയ്യാം. ഞാനത് തയ്യാറായി കഴിഞ്ഞപ്പോഴല്ലോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തുവാണ് 100% ശരിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാ കാര്യത്തിലും നമുക്ക് കർത്താവിനോടാണ്. നിസ്സാര കാര്യമാണ്, ഞാൻ കാര്യം പറഞ്ഞത് ഏത് കാര്യത്തിനും നമുക്ക് ആലോചന ചെയ്യും. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വചനമാണല്ലോ മറ്റേ വചനം അഗ്നി പോലെയും പാറ താഴ്ത്തുന്ന കൂടം പോലെയാണ്. ആ യർമ്മിയ 23:29 എന്താണ്? നീ നീ വിശ്വസിക്കുന്ന പോലെ സംഭവിക്കട്ടെ. നമ്മൾ വിശ്വസിക്കുന്നതാണ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ പറയുന്നത്, മറ്റുള്ളവർ പറയുന്ന വാക്കുകളല്ല, നമ്മൾ പറയുന്ന വാക്കാണ്. കഷ്ടവാക്ക് പറയാതെ സത്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാണ്, എൻ്റെ നാവ് പോലെ. നമുക്ക് അഴുതാത്ത വാക്കുകൾ ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം എല്ലാ കാര്യവും. നമുക്ക് പ്രഭാഷകൻ 37:16 ചിന്തയാണ് എല്ലാത്തിൻ്റെയും ആരംഭം. നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, അതുകൊണ്ട് ഭവിച്ചിരിക്കുന്നു. രോഗിയാണെന്ന് പറയുന്നത് വൈദ്യശാസ്ത്രം പറയുന്നത് 86% രോഗവും മനസ്സിൽ നിന്ന് വരുന്നതാണ്. എല്ലാ രോഗവും മനസ്സിൽ നിന്നല്ല വരുന്നത്, ഇവിടെ ആർക്കുണ്ടായ മനസ്സിൽ നിന്നല്ല എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞാൽ ചിന്ത
ഞാൻ ജോലിയായി പോയല്ലോ, എനിക്ക് ആ രോഗമുണ്ട്, ഈ രോഗമുണ്ട്. രോഗം ഉണ്ടായിരിക്കും. അത് അങ്ങനെ വൈദ്യുതി പറയുന്നത് ഒരു രോഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് വിശ്വസിച്ച് അയാൾ പോയി പരിശോധിച്ച് 3 ദിവസം കഴിയുമ്പോൾ ആ രോഗം കാണുന്നു. ഞാൻ ഇങ്ങനെ പറയുന്നു, എല്ലാം ദൈവം, എൻ്റെ ദൈവം എന്നോട് കൂടിയുണ്ട്. അവിടെ ഇല്ല. ഓം 8:28 എല്ലാവരും നന്മയ്ക്കായി കഴിയാൻ ഭൂമിയോസേഫിൻ്റെ കാര്യം. ആ ജയിലിൽ നിന്ന് കാരാഗ്രഹം തിന്മ ചെയ്യാത്തത് കൊണ്ട് കാരാഗ്രഹത്തിൽ അവിടുന്ന് പോകുന്നത് നേരെ ഇങ്ങോട്ടാണ്, രാജേഷ് നിവാസത്തിലേക്ക്. നമുക്ക് എല്ലാ കാര്യങ്ങളും നന്മ കണ്ടെത്തുക. എല്ലാത്തിനും നന്മ കണ്ടെത്തുക. ഇവിടുത്തെ ഒരു വൈദികന് പുരോഹിതനുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യത്തിലും നന്നായിരിക്കുന്നു. അപ്പോൾ ആ ഉണ്ടായിരുന്നത് പ്രദേശമൊക്കെ അസ്വസ്ഥയായിട്ട് തോന്നി. ഒരു കാര്യമായിട്ട് ദിവസം തീരുമാനമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ദിവസം ആ വൈദ്യനെ കാണിച്ച് ഈ ഒരു പട്ടി നായി ചത്ത് കിടക്കുക 2 ദിവസമായ ഇത് കണ്ടിട്ട് എന്താ പറയുന്നില്ല. അദ്ദേഹം പറയാം, ഈ നായ നല്ല നായായിരുന്നു കേട്ടോ, അതിനെ ഒറ്റ തട്ടിച്ചിരിക്കുന്നു. അതിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അതിന് വലിയ വാത്സല്യമുണ്ട്. എനിക്ക് കൊടുക്കുക. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ എല്ലാ അർത്ഥം ചിന്തയാണ് എല്ലാത്തിൻ്റെയും. അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നത് സംഭവിക്കും. വിശ്വാസമുണ്ടോ? മത്തായിയുടെ സുവിശേഷം 17:20. നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കും. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പറയുന്നത്, അതാണ് സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞ ആ കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാ കാര്യവും ദൈവത്തോട് ആഗ്രഹിക്കുക. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ പറയാൻ വേണ്ടി വന്നതല്ല വന്നത്. അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എല്ലാ കാര്യവും ഇതിനൊരു മറുവശമുണ്ട്. അത് ഞാൻ പരിഗണിക്കുന്നില്ല. സുഭാഷിതം 16:25 2 വചനം. ഒന്ന് സുഭാഷിതം 16. സുഭാഷിതം 16:25. ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നോക്കുന്നതാവും. എന്താണ് ശരിയെന്ന് തോന്നുന്നത്? സുഭാഷിതം 16:25. ഇനി 14:12 എന്നാ പറയുന്നത്. 14:12 ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാണ്. 18 വചനം എപ്പോഴും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ഒന്ന് തുല്യമായ വചനമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയാം. 2 സാക്ഷികളുടെ മൊഴിയാണ് കോടതി അംഗീകരിക്കുന്നത്. 2 വചനം കാണിക്കുക. 16 വീണ്ടും പറഞ്ഞ സുഭാഷിതം 33 പറയാം. എല്ലാ എന്ത് കാര്യമാണ് കൃത്യമായി സംഭവിക്കുന്നത്. ഇനി നമുക്ക് വ്യക്തത കിട്ടുന്നില്ല, കാര്യത്തിൽ കിട്ടുന്നില്ല എങ്കിൽ തന്നെ പോലും ദൈവത്തോട് നമ്മൾ ആലോചിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയായി ഞാൻ ഇപ്പോൾ പറയാനായിട്ട് വന്നത് ഈ വചനമല്ല. അപ്പോൾ ഇനി അതോട് ചേർത്ത് ഞാൻ ഈ പറഞ്ഞു പറയുന്നത് ഒരു കാര്യത്തിൽ ഞാൻ പറയാൻ പോകുന്നു. നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വചനം നമ്മൾ വിശ്വസിച്ച് വചനം പറഞ്ഞതിൽ
തൊണ്ണൂറ്റി 1999 കളിക്കാട് ഇപ്പോഴത്തെ സ്ഥലത്തെ പേര് മറന്നുപോയി. അന്ന് പാലായില് സെൻറ് തോമസ് കോളേജ് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വൺ ഡേ സെമിനാറുണ്ട് എല്ലാ ഞായറാഴ്ചയും. അന്ന് ആ സെമിനാറിന് ഞാൻ സംബന്ധിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ സാക്ഷ്യമൊഴി ഞാൻ കേട്ടതാണ്, സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം ഇങ്ങനെയാണ് സംഭവിച്ചത്. അദ്ദേഹം സൈനികരോട് പറഞ്ഞില്ലേ, അവിടുത്തെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയും അഗ്നി പോലെയുമാണ്. അപ്പോൾ ഈ വചനം നമ്മൾ വിശ്വസിക്കുന്നതല്ലേ, കേടി കഠിന ഹൃദയങ്ങളെ നമുക്കറിയാം. പക്ഷേ ഇതിനോടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു സംഭവം എന്താണ്? ഒരു പാവപ്പെട്ട ഒരു വിധവയായ സ്ത്രീ കിണർ കുഴിച്ചു. ആ കിണർ കുഴിച്ച് പോയി കഴിഞ്ഞപ്പോൾ കടമൊക്കെ എടുത്താണ് വലിയ പ്രതീക്ഷകളുണ്ട്. കുറച്ചൊക്കെ ചെന്നപ്പോൾ പാറ എന്താ ചെയ്യുന്നൊന്നുമില്ല. ആ കിണർ കുഞ്ഞ് വേറെ കോൺട്രാക്ട് കൊടുത്ത് വായിക്കും, ഇവരെ സഹായിക്കുന്നുണ്ട്, പറ്റിയത് അതുപോലെ ആയിപ്പോയി. പൈസയൊന്നുമില്ല. പിന്നെ അവിടെ എത്രയും മിനിമം ഒരു തുക പറഞ്ഞ് ഇത്രയും തുക ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊന്നും പാറ പൊട്ടില്ല. ഒരു പൈസയ്ക്ക് ഒരു വഴിയില്ല. ഇപ്പോൾ ഇവരെവിടെ പോയി ഫലമൊന്നുമില്ല, ഇങ്ങനെ ഇത് പാടിക്കുന്ന ഫലമൊന്നുമില്ല. ഇത് പോയി പറഞ്ഞ് ഇങ്ങനെ വചനം കിട്ടും. ഇവിടുത്തെ വചനം പാറയെ തകർക്കുന്ന കൂടൽ പോലെയും അഗ്നി പോലെയാണ്, ദരിദ്രയ്ക്ക് അഗ്നി പോലെയാണ് പ്രോഫിറ്റ്. അപ്പം ഇതൊക്കെ ഇവരെന്നോട്ടെ ഇവർ പോയി പറഞ്ഞു, എൻ്റെ കിണറിങ്ങനെ പാറയാണല്ലോ, ഞാൻ എൻ്റെ കേട്ടതാണ് കേട്ടോ, സാക്ഷി ഞാൻ കേട്ടതാണ്, 26 വർഷമായില്ലേ. അപ്പോൾ പറഞ്ഞു ഇത് പോയി ഞാൻ പ്രാർത്ഥിക്കാം, എങ്ങനെ വചനം അനുസരിച്ചിട്ട് പാറ തകർന്നു. അവർക്ക് അത്രയൊന്നും വിശ്വാസമൊന്നും അറിവൊന്നുമില്ലല്ലോ. പിറ്റേ ദിവസം ഈ കിണർ കുത്തിയ കോൺട്രാക്ടർ അവിടെ വന്നു. ഇവർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നെ ചെയ്യാൻ പറ്റും. അവർ പോയി നോക്കിപ്പോണ്ടല്ലോ, ഈ പാറയെല്ലാം പൊട്ടി ഏകദേശം അതിനകത്ത് ഒരു 5-6 അടിയോളം വെള്ളം കിടക്കുക. ഇയാൾ ഓടിക്കാൻ ചോദിച്ചത് ആരാ ഈ പാറ പൊട്ടിച്ചത്, ആരാ വന്ന് കൊണ്ടാക്കുന്നത്? ഞാൻ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. പാറ പൊട്ടി. ഇനി പറഞ്ഞ വചനമുണ്ട്, ആ വചനത്തിൻ്റെ ശക്തി എന്ത് പറഞ്ഞു അതുപോലെ സംഭവിക്കും. അതായത് നമ്മൾ വചനം ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായി. അതായിരുന്നു നമ്മൾ സംഭവിക്കും. പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കുക. അദ്ദേഹം വീണ്ടും പറഞ്ഞ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 മരുന്നോ ലേഖന പുസ്തകമല്ല, അങ്ങയുടെ വചനമാണല്ലോ ബോധ്യപ്പെടുന്നത്. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ഔഷധമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. അതുപോലെ യോഗമൊക്കെ വെച്ച് കഴിയാൻ പല അനുഭവങ്ങളോട് പറയുന്ന സമ്പൂർണ്ണ ബൈബിൾ യോഗ വെച്ച് വായിച്ചു കഴിയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക യോഗത്തിൽ സാധിച്ചു കിട്ടും. ഇനിയിപ്പോൾ ഞാൻ പറയാ വചനത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പറയാൻ വന്ന വചനം യോശുവ 1:5. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ
പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം നിനക്ക് ഇവർക്ക് അവകാശമായി തിരിച്ചു വയ്ക്കുന്നതിനാണ് കൊണ്ടുവരിപ്പെടുന്നത്. ശക്തനും ധീരനുമായിരുന്നു, ഭയപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യരുതെന്നും എന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ. അപ്പോൾ മോശ എന്ന പഴയ ദൈവത്തിൽ പറയാം, മോശയോട് എന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആ കൂടെയുള്ള ദൈവം ഇന്ന് നമ്മളിൽ വസിക്കുന്ന, അല്ലെ നമ്മൾ വസിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സുവിശേഷത്തിൽ പറയുന്നത് നമ്മൾ പാതി പറഞ്ഞു, അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോവും, നിനക്ക് ഒന്നും അസാധ്യമായി. ആ ദൈവം ഇന്ന് എവിടെയാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഇവിടെയൊക്കെ വായിക്കുന്നുണ്ട്. നമ്മൾ ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നമ്മൾ ദൈവത്തിൽ ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇപ്പോഴും പറയുന്നൊരു വചനമാണല്ലോ, യോഹന്നാന്റെ സുവിശേഷം 6:56. വചനം ഞാൻ പലതരം വായിക്കുന്നു. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എപ്പോഴും ഓർത്ത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ട ഒരു വചനമാണ്. നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ സംബന്ധിക്കുന്ന എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലുമായി. നമ്മളെവിടെയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ ഇല്ല ഞാൻ അവനിലുമായി. അപ്പോൾ നമുക്ക് പിന്നെ എന്താണ് പിന്നെ ആവശ്യം? ഒരു വിശുദ്ധ കുർബാനയേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ എന്താണ്? പ്രഭാഷകൻ ഞാൻ എടുക്കുന്നില്ല. പ്രഭാഷകന്റെ പുസ്തകം 43:27 അവിടുന്നാണ് സർവവും. ആദ്യം സർവശക്തനായ ദൈവം നമ്മളിലേക്ക് വന്നിരിക്കാം. പിന്നെ നമുക്ക് എന്താണ്? ഇതാണല്ലോ യോശുവ 1:4-7 പറഞ്ഞിരിക്കുന്നത്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്രയായിട്ടുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണ്. നമ്മുടെ ഈ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിലേ പറയുന്നു, എല്ലാവരും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവെ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാൻ, ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ, ആ വിശുദ്ധ കുർബാനയെ പറ്റി കൂടുതലാണ് അറിയാൻ ഉള്ള കൃപ അനുഗ്രഹം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ അറിവ് കിട്ടിയാൽ മാത്രം മതി, നമുക്ക് എല്ലാം അറിയാം. അവിടുന്നാണ് സർവവും. വിശുദ്ധ കൃപ വേലത്തിൽ ഞാൻ എടുക്കുന്നില്ല, സമയത്താക്കൊണ്ട് വേലാത്തി 2:20 ഞാൻ ജീവിക്കുന്നത് ഞാനല്ല. നിങ്ങളൊന്നും പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, നമ്മൾ ഞാൻ പോകുന്നുണ്ട്. പക്ഷെ യഥാർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ? ആരായിട്ടാണ് പോകുന്നത്? നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആരായി കഴിഞ്ഞിരിക്കുകയാണ്. യോഹന്നാൻ 10:35 ഞാൻ പറയുന്നു, ദൈവവചനം ആരുടെ പക്കലേക്ക് വന്നു അവിടെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. നമ്മളെപ്പോഴും പറയുന്നത് വചനമാണല്ലോ, സംഖ്യ 52:6. ഞാൻ പറയുന്നത് നിങ്ങൾ ദൈവങ്ങളാണ്. നമ്മൾ ആരാണ്? നമുക്ക് ഈ ഹൃദയത്താണ്. നമുക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഹൈന്ദവ കുടുംബത്തെ പരിചയപ്പെടാൻ ഇടയായി. ആ ഒരു മകനേ ഉള്ളൂ, വലിയ സൗകര്യമൊക്കെ ഉള്ളതാണ്. പക്ഷേ പ്രശ്നം, ആ മകന് +2-നല്ല SLC-ക്കാണ്, +2-നാണെന്ന് പഠിച്ച് ഞാൻ മറന്നുപോയി. വലിയൊരു രോഗം ഉണ്ടായി. യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് ചികിത്സയെല്ലാം ചെയ്തു, സുഖപ്പെടുന്നില്ല. ആ അവസരത്തിൽ
അയാൾ ഒരു വൈദ്യനാണ്. അയാൾ ഒന്നുമില്ല, അയാൾക്ക് വലിയ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ഒരു കുർബാനയൊക്കെ കഴിക്കില്ല. അയാൾ പറഞ്ഞു ഇതുപോലെ നിങ്ങൾ ഹിന്ദുക്കളൊക്കെയാണ്, ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വാസമൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത് മരുന്ന് കഴിച്ചാൽ ഈ കൊച്ചു സുഖപ്പെടുന്നു. അതെങ്ങനെ പറഞ്ഞാൽ അവർക്ക് ആദ്യം അത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ ആ സാഹചര്യം ഇത്രയും ഗുരുതരമായതുകൊണ്ട് ക്രമേണ അത് വിശ്വസിച്ചു. അയാൾ ലഘുവായിട്ടുള്ള ഔഷധ കൊടുക്കുന്നതായിരുന്നു പറഞ്ഞ് വിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് നിങ്ങൾ മരുന്ന് കഴിക്കുക. എനിക്ക് സാധിക്കുമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയെ കുർബാനിക്കുകയും നിങ്ങൾ പോവുക. ഏതായാലും കൊള്ളാം. ആ ആൾ സുഖമായി ഞാൻ വഴിപോയി ആ കുടുംബം വലിയ വിശ്വാസത്തിലാണ് കുർബാന ഞാൻ